Bismillah, Alhamdulillah, Alhamdulillahi Rabbil Alameen. A'udhu billahi minash shaitanir rajim. Bismillahir Rahmanir Rahim. أولم ير الذين كفروا أن السماوات والأرض كانتا رتقا ففتقناهما وجعلنا من الماء كل شيء حي أفلا يؤمنون وجعلنا في الأرض رواسي أن تميد بهم وجعلنا فيها فجاجا سبلا لعلهم يهتدون وجعلنا السماء سقفا محفوظا وهم عن آياتها معرضون وهو الذي خلق الليل والنهار والشمس والقمر كل في فلك يسبحون. ഏറെ സ്നേഹവും ബഹുമാനവും നിറഞ്ഞ പരിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറ അംബിയായിലെ 30 മുതൽ 33 വരെയുള്ള ആയാത്തുകളാണ് നമ്മൾ ഓതി വെച്ചത്. മാഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞ ഏതാനും ആയത്തുകളിലൂടെ തൗഹീദിൻ്റെ ഗൗരവം അറിയിക്കുകയായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്വം പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൽ സങ്കല്പിക്കുന്ന അല്ലെങ്കിൽ വെച്ച് കെട്ടുന്ന നിരർത്ഥകമായ ചില കാര്യങ്ങളെ ഖണ്ഡിക്കുകയായിരുന്നു അള്ളാഹു ചെയ്തു വന്നത്. ഇവിടെ നമ്മൾ ഓതി വെച്ച 30-ാമത്തെ ആയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. 30 മുതൽ 33 വരെ ഉള്ള ആയത്തുകളിലൂടെ ഏതാനും പ്രകൃതി ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു വെളിപ്പെടുത്തുകയാണ്. എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ, ഈ പ്രകൃതി ദൃഷ്ടാന്തങ്ങളിലൂടെ ഇത് മനസ്സിലാക്കുന്നതിലൂടെ അള്ളാഹുവിൻ്റെ മഹത്വം ബോധ്യപ്പെടുവാനും അതിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ഇലാഹായി കണ്ടുകൊണ്ട് ഇബാദത്ത് അവന് മാത്രം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുമാണ് ഇവിടെ ഇതിനെ തൊട്ട് അള്ളാഹു ഇങ്ങനെ പറയുന്നത്. നമുക്ക് നോക്കാം, ആയത്ത് നോക്കാം. അവലം യറല്ലദീന കഫറു അന്ന സമാവാതി വൽ-അർള കാനതാ റത്ഖൻ ഫഫതഖ്നാഹുമാ വജഅൽനാ മിനൽ മാഇ കുല്ല ഷൈഇൻ ഹയ്യ് അഫലാ യുഅ്മിനൂൻ എന്നാണ് ചോദിക്കുന്നത്. കണ്ടോ, മുകളിൽ പറഞ്ഞ രീതിയിലൊന്നുമുള്ള വിശ്വാസമില്ലാത്ത അവിശ്വാസികൾ, അതാണ് അവലം യറല്ലദീന കഫറു, അവിശ്വസിച്ചവർ കണ്ടില്ലേ, അന്ന സമാവാതി വൽ-അർള, തീർച്ചയായും ആകാശങ്ങൾ അതുപോലെ ഭൂമിയും, കാനത, അത് രണ്ടുമായിരുന്നു, റത്ഖ, അത് അടഞ്ഞു കിടക്കുന്നതായിരുന്നു, അത് തിങ്ങി നിൽക്കുന്നതായിരുന്നു, തിങ്ങിച്ചേർന്ന് കിടക്കുന്നതായിരുന്നു. റത്ഖ എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോഴോ അങ്ങനെ അത് അടഞ്ഞു നിൽക്കുന്ന ആ ഒരു അവസരത്തിൽ ഫഫതഖ്നാഹുമ, അതിനെ നാം രണ്ടായി പിളർത്തി, അതിനെ രണ്ടിനെയും നാം ഫതഖ, പിളർത്തി എന്നാണ്, രണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിവെച്ചു. വജഅൽനാ, എന്നിട്ട് നാം ഉണ്ടാക്കുകയും ചെയ്തു, ആക്കുകയും ചെയ്തു, മിനൽ മാ, ഈ വെള്ളത്തിൽ നിന്ന്, വെള്ളത്താൽ, കുല്ല ഷൈഇൻ ഹയ്യിൻ, എല്ലാ ജീവനുള്ള വസ്തുവെയും, അഫലാ യുഅ്മിനൂൻ, എന്നിട്ടും അവർ വിശ്വസിക്കുന്നില്ലേ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. അപ്പോൾ ആകാശങ്ങളും ഭൂമിയും ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് അവയെ രണ്ടിനെയും വേർപെടുത്തുകയുണ്ടായി എന്നും അത് സത്യനിഷേധികൾ കണ്ടില്ലേ എന്നും അതോടൊപ്പം വെള്ളത്തിൽ നിന്ന് എല്ലാ ജീവവസ്തുക്കളെയും ഉണ്ടാക്കി എന്നും എന്നിട്ടും അവര് വിശ്വസിക്കുന്നില്ലേ എന്നും അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇവിടെ ഫഫതഖ്നാഹുമ എന്ന് പറഞ്ഞാൽ ആ ആകാശങ്ങളെയും ഭൂമിയെയും നാം പിളർത്തി, വേറിട്ട്, അടഞ്ഞു നിൽക്കുന്നതിനെ വേറിട്ട് നിർത്തി എന്നുള്ളതാണ്. ഈ ആയത്തുകൾ വായിക്കുമ്പോൾ നമ്മൾക്ക് കുറേ വിശദീകരണങ്ങൾ അമനിമൗലയുടെ തഫ്സീറിൽ കാണാൻ സാധിക്കും. ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്ന 7 സപ്തഗ്രഹങ്ങളെ, 7 ഉപഗ്രഹങ്ങളെ, സപ്തഗ്രഹങ്ങൾ എന്ന് പറയുന്ന 7 ഉപഗ്രഹങ്ങളെ സംബന്ധിച്ചൊക്കെ പറയുന്നുണ്ട്. അസ്സബഉ സയ്യാറ, അസ്ൽ കവാക്കിബ് എന്നെല്ലാം പേര് പറയുന്ന
സൂര്യനും ചന്ദ്രനും വ്യാഴവും ശനിയും ചൊവ്വയും ബുധനും ശുക്രനുമാകുന്ന ആ സപ്തഗ്രഹങ്ങളെ സംബന്ധിച്ച്. സൂര്യൻ അശംസ് എന്നും ചന്ദ്രൻ അൽ ഖമർ എന്നും വ്യാഴം അൽ മുശ്തരി എന്നും ശനി അസ്സുഹൽ എന്നും ചൊവ്വ അൽ മിരീഖ് എന്നും ബുധൻ അൽ അത്വാരിദ് എന്നും ശുക്രൻ അസ്സഹ്റ എന്നും അറബി പേരുകളിൽ അറിയപ്പെടുന്ന 7 ഉപഗ്രഹങ്ങളെ സംബന്ധിച്ച്. അപ്പോൾ ഈ ഒരു ആയത്ത് ഖുർആനിൻ്റെ അവതരണ കാലത്ത് ലോകത്തിന് അജ്ഞാതമായിരുന്ന ഒരു ഭൗതിക യാഥാർത്ഥ്യത്തെ പറ്റിയുള്ള പരാമർശമാണ് ഈ ആയത്തിലൂടെ അള്ളാഹു നൽകുന്നത്. ഈ ആയത്ത് അല്ലെങ്കിൽ ഈ ഭൗതിക യാഥാർത്ഥ്യത്തെ പറ്റിയുള്ള ഈ പരാമർശം സത്യത്തിൽ ഖുർആനിൻ്റെ ദൈവികതക്ക് അത് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ദൈവികതയെ ഖുർആൻ ഒരു അമാനുഷിക ഗ്രന്ഥമാണ് എന്നുള്ളതിന് സാക്ഷ്യം വഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ തെളിവാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് ഭൂമിയുടെ ഒരു ആവാസ വ്യവസ്ഥിതിയെ സംബന്ധിച്ച് സംസാരിക്കുന്നു. നമുക്കറിയാം ശാസ്ത്രം പറയുന്നത് മാറിക്കൊണ്ടിരിക്കുമെന്നും ഖുർആൻ ശാസ്ത്രത്തോട് ഒപ്പിച്ചു പറയാൻ നിവൃത്തിയില്ല എന്നും. എന്നാൽ ഖുർആൻ പറഞ്ഞതിനോട് ശാസ്ത്രം യോജിച്ച് വന്നാൽ നമ്മളത് സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കൂടുതൽ വിശദീകരണങ്ങൾ തഫ്സീറിൽ നിന്ന് നമ്മൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്ത 31-ാമത്തെ ആയത്തിലൂടെ പറയുന്ന ദൃഷ്ടാന്തങ്ങൾ എന്താണ്? ആയാത്തുകൾ നോക്കാം. വജഅൽനാ ഫിൽ അർളി റവാസി അൻ തമീദ ബിഹിം വജഅൽനാ ഫിഹാ ഫിജാജൻ സുബുലൻ ലഅല്ലഹും യഹ്തദൂൻ എന്നാണ് പറഞ്ഞത്. വജഅൽനാ ഫിൽ അർളി ഭൂമിയിൽ നാം ഉണ്ടാക്കുകയും ചെയ്തു റവാസിയ ഉറച്ചു നിൽക്കുന്ന മലകളെ. നമുക്കറിയാം മലകൾ ഭൂമിക്കൊരു ഉറപ്പാണല്ലോ അല്ലേ, ആണികളെ പോലെയാണ് എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് ഖുർആനിൽ അല്ലേ. വൽജിബാല ഔതാദ. അപ്പോൾ ഇവിടെ പറയാണ് ഉറച്ചു നിൽക്കുന്ന മലകളെ ഭൂമിയിൽ നാം ഉണ്ടാക്കിയത് എന്തിനാണ്? അൻ തമീദ ബിഹിം, അവരെയും കൊണ്ട് അത് ചെരിഞ്ഞു പോകുന്നതിന് എന്ന് പറഞ്ഞാൽ ചെരിയാതിരിക്കാനായിട്ട് എന്നാണ്. വജാൽന, അങ്ങനെ നാം ഉണ്ടാക്കുകയും ചെയ്തു, ഫിഹ അതിൽ, ഏതില ഭൂമിയിൽ, ഫിജാജൻ വിശാലമായ നിലയിൽ, സുബുല സബീൽ സുബുല്, ഫജ്ജ് ഫിജാജ് പറഞ്ഞാൽ നല്ല വിശാലമായ രീതിയിൽ എന്നാണ്. നമുക്കറിയാം ഖുർആനിലെ മിൻകുല്ലി ഫജ്ജിൻ അമീഖ് എന്നൊക്കെ നമുക്ക് പ്രയോഗങ്ങൾ കാണാം അല്ലേ, അഗാധമായ വിദൂരമായ വഴികളൊക്കെ എന്നുള്ള അർത്ഥത്തിൽ. ഇവിടെ ഫിജാജൻ സുബുല എന്നാണ് പറഞ്ഞത്, വിശാലമായ വഴികളെ നാം ഭൂമിയിൽ ഉണ്ടാക്കി, ലഅല്ലഹും യഹ്തദൂൻ, അവർ നേർമാർഗം പ്രാപിക്കുവാനായി എന്നാണ്, അവർക്ക് വഴിയറിയുന്നതിനായിട്ട് എന്നാണ്. അപ്പോൾ ഭൂമിയിൽ ഉറച്ചു നിൽക്കുന്ന, ഭൂമിക്ക് ഒരു ഉറപ്പായിട്ട് മലകളെ സൃഷ്ടിച്ചെന്ന് മാത്രമല്ല വിശാലമായ വഴികളെ അവർക്ക് മാർഗം കണ്ടെത്തുന്നതിന് വേണ്ടിയും ഭൂമിയിൽ നാം ഉണ്ടാക്കി എന്നാണ് അള്ളാഹു പറയുന്നത്. വജഅൽനാ മിനൽ മാഇ, വെള്ളത്തിൽ നിന്ന് നാം ഉണ്ടാക്കി. എന്താണ് ഉണ്ടാക്കിയത്? വജഅൽനാ ഫിൽ അർളി റവാസിയ അൻ തമീദ ബിഹിം വജഅൽനാ ഫിഹാ ഫിജാജൻ സുബുലൻ ലഅല്ലഹും യഹ്തദൂൻ എന്ന് പറഞ്ഞു അല്ലേ. ആദ്യത്തെ ആയത്തിലാണ് പറഞ്ഞത് വജഅൽനാ മിനൽ മാഇ കുല്ല ശൈഇൻ ഹയ്യ്. അപ്പോൾ ആകാശഭൂമികളെ നാം പിളർത്തി എന്ന് പറഞ്ഞതിന് ശേഷം എല്ലാ ജീവവസ്തുക്കളെയും വെള്ളത്തിൽ നിന്ന് നാം ഉണ്ടാക്കി എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ ഭൂമിയിൽ മലകളെ ഉറപ്പാക്കിയിട്ട്, അല്ലെങ്കിൽ ആ ഭൂമി അവരെയും കൊണ്ട് ഇളകാതിരിക്കാനായി അതിൽ നാം ഉറച്ചു നിൽക്കുന്ന റവാസിയ, ഉറച്ചു നിൽക്കുന്ന പർവ്വതങ്ങളെ ഉണ്ടാക്കി എന്ന് പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വിശാലമായ പാതകൾ പർവ്വതങ്ങളിൽ നിങ്ങൾക്ക് കണ്ടെത്തുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ വഴി കണ്ടെത്തുന്നതിന് വേണ്ടി നാം ഉണ്ടാക്കി തന്നു എന്നും ഇവിടെ പറയുകയാണ്. ഇനി അടുത്ത ദൃഷ്ടാന്തങ്ങൾ എന്താണ് എന്ന് നോക്കാം. അപ്പോൾ 31-ാമത്തെ ആയത്തിൽ പറഞ്ഞ 2 ദൃഷ്ടാന്തങ്ങൾ ഉറച്ച പർവ്വതങ്ങളെയും പർവ്വതങ്ങളിൽ വിശാലമായ പാതകളെയും നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നു എന്ന് പറഞ്ഞു. നമുക്കറിയാം പർവ്വതത്തിൽ ഭൂചലനങ്ങൾ കുറക്കുന്നതിലൊക്കെ പർവ്വതങ്ങളുടെ പങ്ക് നമ്മൾ മനസ്സിലാക്കിയതാണല്ലോ അല്ലേ. അപ്പോൾ നാം നിവസിക്കുന്ന ഭൂമി അത് അതിൻ്റെ അച്ചുതണ്ടിൽ ഇങ്ങനെ സ്വയം കറങ്ങുന്നതിലൂടെ നമ്മൾക്ക് കാലങ്ങളും ദിവസങ്ങളും അഥവാ രാവും പകലും മാറി മാറി വരുന്നു, കാലങ്ങളിൽ വ്യത്യാസങ്ങൾ വരുന്നു. നമുക്കറിയാം വിവിധ രൂപത്തിൽ നമുക്ക് ആസ്വദിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാലങ്ങളെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് ഉഷ്ണകാലം, ശൈത്യകാലം, ശരത്കാലം എന്നൊക്കെ പറഞ്ഞിട്ട് വിവിധ കാലങ്ങളെ അള്ളാഹു ഏർപ്പെടുത്തി തന്നു. ഇതൊക്കെ നമുക്ക് അള്ളാഹു അനുഗ്രഹങ്ങൾ തന്നതാണ്.
അതുപോലെ തന്നെ കരയായിട്ടും കടലായിട്ടും ഒക്കെ നമ്മൾക്ക് പല അനുഗ്രഹങ്ങളും അള്ളാഹു തന്നു. വായു, അതുപോലെ സഞ്ചാരമാർഗങ്ങൾക്ക് വേണ്ടി കരയും കടലും വായുവിലൂടെയൊക്കെ സഞ്ചരിച്ചുകൊണ്ട് സഞ്ചാരമാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കാൻ മനുഷ്യനെ പഠിപ്പിച്ചു. അതൊക്കെ ഫിജാജൻ സുബുലകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല ഇതെല്ലാം ഉപയോഗിക്കുവാനുള്ള അറിവ് തന്ന് മനുഷ്യനെ അനുഗ്രഹിച്ചു അല്ലേ. അതൊക്കെ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിന് ഉപകരണങ്ങളെ കണ്ടെത്തുന്നതിന് വേണ്ടി നമുക്കറിയാം റഡാർ പോലെയുള്ള ഉപകരണങ്ങൾ നമ്മൾ വിമാനയാത്രക്കും കപ്പൽ യാത്രക്കൊക്കെ ഉപയോഗിക്കുന്ന പല രൂപത്തിലുള്ള അറിവുകളും പലതും കീഴടക്കാനുള്ള ഉപകരണങ്ങളും ഏർപ്പെടുത്തി തന്നുകൊണ്ട് മനുഷ്യന് പല രൂപത്തിലുള്ള മാർഗങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല ഈ ഭൂമി ലോകത്ത് കരയിലായിട്ടും കടലിലായിട്ടും വായുവിലായിട്ടും ഒക്കെ സൃഷ്ടിച്ച് സംവിധാനിച്ച് തന്നു എന്നുള്ളതും നമ്മൾ ഇതിനോട് കൂട്ടിച്ചേർത്ത് മനസ്സിലാക്കേണ്ടതാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല ലാസ്റ്റ് ചോദിച്ച ചോദ്യം എന്താണ്? ലഅല്ലഹും യഹ്തദൂൻ. ലഅല്ലഹും യഹ്തദൂൻ ചോദ്യമല്ല, ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏർപ്പെടുത്തി തന്നത് വിശാലമായ പാതകളും അതുപോലെ ഇങ്ങനെയുള്ള പർവ്വതങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നത് നിങ്ങൾ ഹിദായത്ത് കണ്ടെത്തുന്നതിന് വേണ്ടിയാണ്, മാർഗം കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് എന്ന് അവിടെ നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കണം. ഇനി അടുത്ത ആയത്തിലൂടെ അള്ളാഹു പറയുന്നത് എന്താണ്? വജഅൽന സമാ സഖഫൻ മഹ്ഫൂള വഹും അൻ ആയാതിഹാ മുഅരിളൂൻ എന്നാണ്. നാം സമാഇനെ ആക്കി സഖഫൻ മഹ്ഫൂള എന്ന് പറഞ്ഞാൽ സംരക്ഷിതമായ ഒരു മേൽക്കൂരയാക്കി എന്നാണ്. സഖഫ് പറഞ്ഞാൽ മേൽക്കൂര, മഹ്ഫൂൾ പറഞ്ഞാൽ സംരക്ഷിതമായ, നമ്മൾക്ക് വളരെ സേഫായിട്ടുള്ള ഒരു മേൽക്കൂര നമ്മൾക്ക് അള്ളാഹു സമാഇനെ നമ്മുടെ മേൽഭാഗത്ത് ആക്കി തന്നു. അള്ളാഹു പറയുകയാണ് വഹും അൻ ആയാതിഹാ മുഅരിളൂൻ. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് സംവിധാനങ്ങൾ ഉണ്ടാക്കി തന്നിട്ടും ആകാശത്തെ നാം സംരക്ഷിതമായ ഒരു മേൽപ്പുരയാക്കി തന്നിട്ടും അതിലെ ആകാശത്തിലെ ദൃഷ്ടാന്തങ്ങളെ ശ്രദ്ധിക്കാതെ അവർ തിരിഞ്ഞു കളയുകയാണ്. വഹും അവര് അൻ ആയാത്തി ഹ എന്നുള്ള ലമീർ സമായിലേക്കാണ്. ആ സമായിലെ ആയാത്തുകളെ സംബന്ധിച്ച് അവരെന്താണ്? മുഹരിലൂൻ, തിരിഞ്ഞു കളയുന്നവരാണ് എന്നാണ് അള്ളാഹു പറയുന്നത്. അപ്പോൾ ആകാശമണ്ഡലത്തിലെ കണക്കറ്റ നക്ഷത്രങ്ങളിലൊന്നായ സൂര്യൻ നമ്മൾക്ക് എന്തെല്ലാം ഉപകാരമാണ് അല്ലേ. പകൽ നമ്മൾക്ക് വെളിച്ചം നൽകുന്നു. അതുപോലെ തന്നെ നമ്മൾ വസിച്ചു കൊണ്ടിരിക്കുന്ന ചെറിയ ഉപഗ്രഹമായ ഭൂമി, ആ ഭൂമിയിൽ എന്തെല്ലാം സംവിധാനങ്ങൾ അള്ളാഹു നമുക്ക് സൃഷ്ടിച്ചു തന്നു. അപ്പോൾ ഭൂമിയെയും സൂര്യനെയും അതുപോലെ മുകൾ ഭാഗത്തൊരു സഖഫായിട്ട് നമുക്ക് സമാഇനെ വളരെ സുന്ദരമായ രൂപത്തിൽ നമുക്ക് ആകാശത്തെ അള്ളാഹു സംവിധാനിച്ചു തന്നു. അങ്ങനെ ഇതെല്ലാം നമ്മളുടെ മുകളിൽ ഇങ്ങനെ ഒരു സഖഫായിട്ട് മേൽക്കൂരയായിട്ട് നിലനിൽക്കുമ്പോൾ ഭൂമിയുടെ മീതെ ഒന്നും വീഴാതെയും അല്ലെങ്കിൽ ഈ സൂര്യനും ഭൂമിയുമെല്ലാം അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അത് കൂട്ടിമുട്ടാതെയും ഒക്കെ അള്ളാഹു സംവിധാനിക്കുകയാണ്. ഭൂമിയുടെ മേൽ ആകാശം വീഴാതെ തടയുന്നു എന്ന് നമുക്കറിയാമല്ലോ. വയം യുംസികു സമാ അൻ തഖഅ അലൽ അർളി ഇല്ലാ ബിഇദ്നിഹി. തഫ്സീറിൽ നമുക്ക് ഈ ആയത്തിന് വായിക്കാൻ കഴിയും. അപ്പോൾ ഭൂമിയിലേക്ക് ആകാശത്ത് നിന്ന് ഒന്നും വീഴാത്ത രൂപത്തിൽ അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടി അല്ലാതെ ഒന്നും വീഴുന്നില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ വീഴാത്ത രൂപത്തിൽ അള്ളാഹു സംരക്ഷിക്കുന്നു. വയുംസിക്കുസമ, ആകാശത്തുള്ള പിടിച്ചു വെക്കണം തക്കാലല്ലറലി, ഭൂമിയിലേക്കൊന്നും വീഴാത്ത രൂപത്തിൽ, അതായത് ആകാശത്തെ അത്രയും സംവിധാനിച്ച് സംരക്ഷിച്ചിരിക്കുന്നു എന്ന്. അള്ളാൻ്റെ ഇതിനുണ്ടെങ്കിൽ എല്ലാം നടക്കും, അല്ലെങ്കിൽ എല്ലാം അള്ളാഹു നമുക്ക് വളരെ വലിയ സേഫായിട്ട് ഒരു പ്രൊട്ടക്ഷനായിട്ടാണ് നമുക്ക് സഖഫായിട്ട് മേൽക്കൂരയായിട്ട് ആകാശത്തെ സംവിധാനിച്ച് തന്നത് എന്ന് ചുരുക്കം. അപ്പോൾ നമുക്കറിയാം, ബാഹ്യാകാശത്ത് നിന്ന് വീണുകൊണ്ടിരിക്കുന്ന ഉൽക്കാപിണ്ഡങ്ങളിൽ നിന്ന്, മാരകമായ കോസ്മിക് രശ്മികളിൽ നിന്നൊക്കെ അന്തരീക്ഷ ഭൂമുഖത്തെ അള്ളാഹു സംരക്ഷിക്കുകയാണ് അല്ലേ. അതൊക്കെ ഒരു മനുഷ്യൻ്റെ ആ ഒരു ജീവൻ ഇവിടെ, അല്ലെങ്കിൽ മനുഷ്യൻ്റെ വാസം ഇവിടെ അത്രയും അള്ളാഹു സുബ്ഹാനഹു തആല സുരക്ഷിതമാക്കിയിരിക്കുകയാണ്. ഇങ്ങനെയെല്ലാം നിങ്ങൾക്ക് സംവിധാനിച്ച് തന്നിട്ട് നിങ്ങളെന്താണ്, അള്ളാഹു സുബ്ഹാനഹു തആല പറയാണ്, നിങ്ങൾ എന്താ അതിൽ നിന്നൊക്കെ തിരിഞ്ഞു കളയുന്നത്? അതിനെപ്പറ്റിയൊന്നും എന്താണ് നിങ്ങൾ പഠിച്ചെടുക്കാത്തത്, ചിന്തിക്കാത്തത്? അതിൽ നിന്നെല്ലാം എന്താണ് നിങ്ങൾ സത്യം മനസ്സിലാക്കാത്തത് എന്ന്.
അപ്പോൾ അടുത്ത ആയത്ത് വഹുവല്ലദീ ഖലഖൽ ലൈല വന്നഹാറ വശംസ വൽ ഖമർ കുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ. ഇതുവരെ പറഞ്ഞ കാര്യത്തെ ഒന്നും കൂടെ അള്ളാഹു പറയുകയാണ്. അവനാണ് നിങ്ങൾക്ക് ലൈലും നഹാറും രാത്രിയും പകലും ഷംസും ഖമറും സൂര്യനും ചന്ദ്രനും സൃഷ്ടിച്ചു തന്നത്. കുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ, അവയെല്ലാം അവയുടെ ഭ്രമണപഥത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. കുല്ലുനെല്ലാം ഫീ ഫലകിൻ യസ്ബഹൂൻ. നമുക്കറിയാം ഫലക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ ഭ്രമണപഥം എന്നാണ്. യസ്ബഹൂൻ എന്ന് പറഞ്ഞാൽ നീന്തി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതാണ്. ഇങ്ങനെ സംവിധാനിച്ചു തന്ന അള്ളാഹുവിൽ നിന്ന് എന്താണ് നിങ്ങൾ വിശ്വസിക്കാത്തതും, അള്ളാഹുവിനെ എന്താണ് നിങ്ങൾ അള്ളാഹുവിന് മഹത്വം കൽപ്പിക്കാത്തതും, അവനിൽ മാത്രം നിങ്ങൾ ആരാധന കൊടുക്കാത്തതും എന്താണ് എന്നുള്ള ഒരു ചോദ്യവുമായിട്ടാണ് അള്ളാഹു ഇത്തരം പ്രകൃതി ദൃഷ്ടാന്തങ്ങൾ ഇവിടെ വിശദീകരിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.